സാർ ചാവി. ആ ശരി. അളയാ, ആ സീനിയർ മാനേജർ ലീവില്ല, അതുകൊണ്ട് ഇതും എന്റെ തലയിലായി. പെട്ടെന്ന് ആവട്ടെ കേട്ടോ. നീ ഒരു കാര്യം ചെയ്താ വണ്ടി സ്റ്റാർട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ചെല്ല്, കട അടയ്ക്കും. ആ വീട്ടിൽ പോയിട്ട് പോകാൻ പറ്റും. ഓ എന്താണ് ഇത്ര ആ കല്യാണി ലാൻഡ് ചെയ്താ? ഈ റോണിയുടെ കയ്യില. അല്ല അവളെന്തി? ഞാനൊന്നും ചെയ്തില്ല സാറേ. അവളെന്തിയെന്ന്? അവളാണ് ഈ എന്നെ ഈ മുറിയിലേക്ക് ആക്കിയത്. സാറേ ഫ്ലാറ്റ് മാറി കയറിയതാ. ഇതാരാ? ഇതാരൊക്കെയാ? എനിക്കറിയില്ല സാറേ, ഞാൻ അതേ ഫ്ലാറ്റ്. മക്കളെ, പൊളിയെന്ന് പറഞ്ഞ അടിപൊളിയാ. ജീവിതത്തിലും മരണത്തിലും ഇങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കണം. അച്ചായന്റെ ഓശോയുടെ രീതി അതാ. എടാ ജെറി, നിനക്കൊരു കിളുന്നിനെ കിട്ടിയപ്പോ എന്റെ ഫോൺ പോലും എടുക്കാൻ വയ്യ. കുര്യാക്കോസ് DLF ആണോ LDF ആണോ? നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ ഞാൻ പൊക്കൂടാ. നമ്മളിനി എന്ത് ചെയ്യും സാറേ? അല്ല അതിപ്പോ അച്ചായൻ ഇത് ഡെഡ് ബോഡി അല്ലേ? നമ്മളിവിടെ നമ്മളും പെടും. ഞാനൊന്നും ചെയ്തിട്ടില്ല. മിണ്ടായിരിക്കാം. വാ. അവളെന്തി? നോക്ക്. അല്ല സാറമ്മ, നീ പോയി നോക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടോ? ബാഗ് നിങ്ങളുടെ അല്ലേ? എടുക്ക്. നമുക്കിറങ്ങി ഓടിയാലോ? ഇത് നമ്പർ നോക്കണം. എന്റെ ഫോൺ കാണുന്നില്ല. എന്റെ ഫോൺ എന്റെയും ഫോൺ ready? പള്ളിപ്പെരുന്നാൾ തുടങ്ങിയോ? ഇതെന്ത് കോലമ്മ? ജീൻസിന്റെ കൂടെ ആരെങ്കിലും കുലിസ് ഇടോ? മിണ്ടാണ്ട് എക്കടെയാടുന്നേ. നമ്മള് കുറച്ച് മോഡേൺ ആണെന്ന് നാട്ടുകാരെല്ലാം അറിഞ്ഞോട്ടെ. ഇതൊക്കെ ഇത് നല്ലുണ്ടല്ലേ? കുഴപ്പമില്ല. ഇത് കാഞ്ചീപുരല്ലേ? അതെ, കാഞ്ചീപുരം. നിനക്ക് ഇഷ്ടായിനി, ഇതെടുത്തോ. ഓക്കെ മാം. മാഡം ഒറ്റയ്ക്കാണ്? സാറൊന്നില്ലേ? ഇല്ല, ഒരു പീഡന കേസ് പ്രതിയെ പിടിക്കാൻ പോയിട്ടുള്ളേ.
സത്യമായിട്ട് വെച്ചും പീഡന കേസിൽ പ്രതിയെ പിടിക്കാൻ പോയതാണോ? പിന്നെ വായി നോക്കി നടക്കുമെന്ന് പറയാൻ കഴിയുമോ? എടോ എന്താണോ വന്നത് നടക്കുവോ? അയാളെ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടും സാർ, ഇപ്പൊ കിട്ടും. എന്റെ പൊന്നു സാറ്, ഞാൻ എന്താ വേണ്ടത്? എന്റെ മോളുടെ കല്യാണം നാളെ. എനിക്ക് സ്വർണ്ണം എടുത്തു തരണം. എന്റെ പൊന്നു ചേട്ടാ, എടുത്തു തരാം പ്ലീസ്. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇതിനൊരു പരിധി. Excuse me, sir. Yes. I have an idea. Can we break the door? സ്വന്തം ബാങ്ക് പൊളിക്കാനോ? Get lost. റോണി എന്താ ഇരിക്കാത്തെ? ചന്തയില് പരുവുണ്ടോ? എനിക്ക് താല്പര്യമില്ല. നിനക്ക് പെമ്പിള്ളാരെ കണ്ട അപ്പ തന്നെ മനസ്സിലാവും അല്ലേ? നിനക്ക് അപ്പ തന്നെ കാര്യം നടക്കുകയും വേണം. നടത്താം, ഞാൻ നടത്തിത്തരാം. കൂട്ടുകാരന്റെ പേരെന്താന്നാ പറഞ്ഞ? ബാലു. ബാലു. ബാലു അവൻ ഭയങ്കര വളയ്ക്കലല്ലേ. കാര്യം നടക്കുകയും വേണം. പക്ഷെ എന്റെ കൂടെ കണ്ട നിനക്ക് ഇമേജ് പ്രശ്നം. നിനക്ക് പറ്റിയൊരു ഇമേജ് ഞാൻ ഉണ്ടാക്കി തരാം. ആർത്തി. ഒരു വർഷമായിട്ട് എന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? എന്നിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കുര്യാക്കോസിനെ കൊന്നതുപോലെ നിങ്ങൾ 3 എണ്ണത്തിനെ ഞാൻ തട്ടു. എന്തിന്? ഒന്ന്, നിങ്ങളെ പോലുള്ളവരെ കൊല്ലുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. 2, ഞാൻ കുര്യാക്കോസിനെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇനിയിപ്പോ ഞാൻ നിങ്ങളെ കൊല്ലണ്ടേ? വേണ്ടേ? ഞങ്ങളെ കൊല്ലുന്നത് പറ, വേണ്ടേ? ഹായ് ഡിയേഴ്സ്, മനുഷ്യൻ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാളേറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ്. എൻജോയ് എവറി സെക്കൻഡ് ഓഫ് ദ ലൈഫ്. അങ്ങനെ ബംഗാളിയുടെ നിന്നും മലയാളി കിട്ടി തുടങ്ങി. ബംഗാളി, ചപ്പാത്തിക്ക് ഗോതമ്പും ഡാലിന് പരിപ്പും ഇല്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നിനക്ക്. അന്ന് നിന്നെയൊക്കെ അതിഥിയായിട്ട് കണ്ടവരാടാ ഞങ്ങള്, അറിയാമോ? ആ കൂട്ടത്തിൽ ഒരാളായ നീയും ചാവാടേ കിടന്ന് ഉടക്കണം. നീ വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിങ്ങിന് വരുമ്പോൾ എന്തൊരു സ്നേഹമാ. വാക്ക് ജീവിതത്തിൽ കൊടുത്തത് പാലിക്കണം, വാക്കിന് വില വേണം. ഭാര്യ ഭർത്താവിന് കൊടുത്ത വാക്കിനും ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത വാക്കിനും. വിവാഹത്തിൻ്റെ വിജയം പരസ്പരം വാക്കുപാലിക്കുക എന്നതിലാണ്. ആ വാക്ക് മരണം വരെ പാലിക്കണം. അങ്ങനെ വാക്കുപാലിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും? ജീവിതത്തിന് ദൂരെ മാറി നിങ്ങൾ പുറത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധയോടെ വാക്കുപാലിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കാത്ത പല ജീവിതങ്ങളും വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം തകർന്നു പോയിട്ടുണ്ട്. സംഭവിക്കുന്ന ശൂന്യതകൾ നികത്താനുള്ള യത്നത്തിലാണ്. പിന്നെ ഭാര്യ ഭർത്താവിൻ്റെ കുറ്റം, ഭർത്താവ് ഭാര്യയുടെ കുറ്റം, ഇങ്ങോട്ട് തിരിച്ച് ഒരേ കാര്യം തന്നെ പോകുന്നത് കാണാം. എടുത്തില്ലല്ലേ? പോയതൊന്നും തിരിച്ചു പിടിക്കാൻ ആവില്ല എന്നൊരു എനിക്ക് തോന്നുന്നതേ അവൻ നമ്മുടെ കുടുംബത്തിന് ചേർന്നവനല്ലെന്നാ. ജീവിക്കേണ്ടി വരും. അതങ്ങനെ പ്രേമല്ലയോ, മുടിഞ്ഞ പ്രേമം. അങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ തന്തയുടെയും തള്ളയുടെയും
അല്ലെ കാരണവന്മാരുടെ നെഞ്ചത്ത് കുതിര കയറും. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ 3 പേരെയും ഞാൻ കൊല്ലുന്നില്ല. കൊന്നാ നിന്റെ ഇമേജ് പോകില്ല. എസ് സാറിന്റെ ബാങ്കറിന്റെ ഇമേജ് പോകില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? കുര്യാക്കോസും നിങ്ങൾ 3 പേരും കൂടെ എന്നെ കയറി പിടിക്കാൻ വന്നു. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞാൻ കുര്യാക്കോസിനെ പിടിച്ചു തള്ളി. അയാള് തലയടിച്ചു വീണ് ചത്തു. അപ്പൊ പിന്നെ സ്വാഭാവികമായും നിങ്ങൾ 3 പേരും ജയിലിൽ പോവില്ലേ? പോവില്ലേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതെ അതെ അതെ. അവനെ നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ആ പാവത്തിന് എന്തിനാ ഇത്രയും കാലം പുറകെ നടത്തിച്ചേ? അത് പിന്നെ 4 വർഷം ഒരേ കോളേജിൽ ഒരു ക്ലാസ് പഠിച്ചപ്പോ ഞാൻ എത്ര തവണ വിചാരിച്ചു അറിയാം അവനോട് ഇഷ്ടാന്ന് പറയുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞപ്പോ ഞാനും വിചാരിച്ചു കുറച്ച് നാൾ പുറകെ നടക്കട്ടെ എന്ന്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ നീ ജെറിക്കൊരു മെസ്സേജ് ഇട്. ഇതെല്ലാം ഒരേപോലെ. ഇതിൽ ഏതാണ് ഇത്? കിട്ടി. കുര്യാക്കോസ്. കടി അവൻ എന്തിയെ? ഓ, എന്റെ അടുത്ത് നമ്പർ വേണ്ട മോളെ. കടി അവനെ വിളി. ആ, അല്ല ഞാൻ പുറത്തു പോയിക്കോളാം. പക്ഷെ അതിനു മുമ്പ് അവന്റെ ആ പുളങ്കിത മുഖം ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. ഗെറ്റ് ഔട്ടാ എന്റെ അടുത്താ? അങ്ങനെയാണെങ്കിൽ അവനെ കണ്ടുപിടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഡാ ജെറി, ജെറി, നീ അവനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കണടി. ഡാ ജെറി. ഓ, അവിടെ ആയിരുന്നാ? ഇറങ്ങി വാടാ, കണ്ടുപിടിച്ചടാ ജായ്. പിന്നെ പുതിയ പിള്ളേരെ മാത്രം പറഞ്ഞിട്ടെന്താ കാര്യം? കാരണവന്മാർ പോലും എപ്പോഴും മൊബൈലിലാണ്. അവരയക്കുന്ന വീഡിയോയെക്കുറിച്ച് പള്ളിയിൽ നിന്നല്ല പാരിഷ് ഹോളിൽ പോലും പറയാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചാണ് പണ്ടുള്ളവർ പറഞ്ഞത് കലികാലം കലികാലം. സാർ ഇതേതോ കിളിപോയായിട്ടാണ്. കിളിപോയതാണെങ്കിലും നല്ല ഉരുപ്പിടിയാ. ഉരുപ്പിടി ആ കൂട്ടുകൂടി കഴിഞ്ഞാൽ ജമ്മീന്ന് കൊണ്ട് പൊളിച്ച പോലെ.
ചോദിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനെ പെങ്ങളെ. നീ പോടാ. ആരാണ് നിന്റെ പെങ്ങള്? ഞാൻ സെറ്റപ്പാടാ, സെറ്റപ്പ്. നിനക്ക് അങ്ങനെയല്ല കണ്ടപ്പോ തോന്നിയ? നമുക്ക് ആഘോഷിക്കാം. നമുക്ക് പോലീസിനെ വിളിച്ച് നന്നായിട്ട് ആഘോഷിക്കാം. അല്ല സാറ് പോലീസല്ലേ? പറ സാറേ, ഒന്ന് പറയടോ. അതെ നോക്കി, ഞാൻ SI ആയതുകൊണ്ട് പറയുക, പോലീസ് വന്നാൽ ഞങ്ങൾ മാത്രമല്ല നീയും കുടുങ്ങും. കുര്യാക്കോസിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്താൽ മരണം നടന്നിട്ട് എത്ര സമയമായെന്ന് അറിയാൻ പറ്റും. പിന്നെ ഞങ്ങളെക്കാളും മുന്നേ ഇവിടെ വന്നത് ഹണിയാണെന്ന് ഇവിടുത്തെ CCTV നോക്കി അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ആ കഥകൊന്ന് തുറന്നു തന്നാൽ നമുക്ക് 4 പേർക്കും പോകാമായിരുന്നു. എൻ്റെ കയ്യിൽ തോക്ക് മാത്രമല്ല ഉള്ളത്. ചേട്ടാ ജനറേറ്റർ ഓണാ. അതിന് തന്നെയാ പോന്നെ. ഹായ് ഹണി. ഹായ്. ഹായ് ഡിയേഴ്സ്. പെണ്ണും മണ്ണും വിണ്ണും പുരുഷന് കീഴടക്കാനുള്ള മേച്ചിൽപ്പുറങ്ങൾ. എൻജോയ് എവറി മൊമെന്റ് ഓഫ് ദ ലൈഫ്. അച്ചായൻ.